ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെജി ഫുഡ് കുക്കിംഗ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈവനിങ്ങിനൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച് കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ചെറിയ സൈസിലുള്ളതാണ്. കുറച്ച് വലിയ സൈസിലുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാം. ഇതിപ്പോൾ ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളയ്ക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അത്രേ ആവശ്യമുള്ളൂ. ഇതേപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിനെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ നേരത്തിന് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 1 സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 മുട്ടയുടെ വെള്ളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ലേശം മല്ലിയില, അതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ സാധാരണ ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ഒട്ടും അതിൻ്റെ ഒരു വലിയ പീസൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ സോയ ചങ്ക്സിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ. ഒട്ടും വെള്ളമില്ലാതെ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നാലേ നമ്മുടെ സോയ ചങ്ക്സ് നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സി ജാറിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിയണേ. അതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതാ ഞാൻ സോയ ചങ്ക്സ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇങ്ങനെ മതി. അടുത്തതായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരണം. ഒരുപാടൊന്നും ബ്രൗൺ കളറോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ലേശം ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സോയ ചങ്ക്സ് വേവിച്ച സമയത്തും ലേശം ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതുകൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്താലും മതി, പേസ്റ്റ് ആക്കണമെന്നില്ല. ഞാനിതിപ്പോൾ ചതച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഇത് ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. നമ്മൾ സവാള നന്നായിട്ട് വഴന്ന് വരണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ സവാള ഏകദേശം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പച്ചമുളക് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതാ നമ്മുടെ പച്ചമുളകും എല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന സോയ ചങ്ക്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. നന്നായിട്ട് നമ്മുടെ ഉള്ളി സവാളയും പച്ചമുളകും എല്ലാം ഇതുമായിട്ട് മിക്സ് ആവണം. അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തതായിട്ട് വേണ്ടത് ഗരം മസാലയാണ്. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റെങ്കിലും ആയിട്ടുണ്ട്. ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറി നന്നായിട്ട് പേസ്റ്റും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലോ ചേർത്ത് കൊടുത്താൽ മതി. ചേർന്ന് നിർബന്ധമില്ല. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കണമെന്നില്ല, അതുകൊണ്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഉടച്ച് മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് കൂടിയാണ്. ഇതുകൂടി ചേർത്ത ശേഷം നന്നായിട്ട് നമ്മുടെ പേസ്റ്റിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം കേട്ടോ. അതിൽ ലേശം പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പൊടിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ ഇരിക്കത്തില്ല, അതേപോലെ നല്ല ഇതായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇതിൽ ഒട്ടും വെള്ളത്തിൻ്റെ ഒന്നും അംശമില്ല, നന്നായിട്ട് ഡ്രൈ ആയിരിക്കുകയാണ്. ലേശം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതാ ഇത്രയും മാത്രം മതി. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരണം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഉരുട്ടിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളായിട്ട് എടുക്കാം. സാധാരണ കട്ട്ലറ്റിൻ്റെയൊക്കെ ഷേപ്പിന് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇത് ഞാൻ ആദ്യം ഒന്ന് ഉരുട്ടി നോക്കിയതാണ്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ കയ്യിലേക്ക് എടുത്ത് ഒരു റൗണ്ട് ഉരുട്ടിയെടുത്ത ശേഷം കൈപ്പത്തിക്കുള്ളിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കുക, റൗണ്ട് ഷേപ്പിലാണെങ്കിലോ. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു ഓവൽ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള ഷേപ്പിന് തന്നെ എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മുഴുവനും പരത്തി ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഉരുട്ടിയെടുത്ത ശേഷം ഉള്ളം കൈയിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി മുഴുവനും ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഒരെണ്ണം എടുത്ത് ഞാൻ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് മുക്കുന്നുണ്ട്. മുക്കിയെടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് മുങ്ങി വരണം ഇതുപോലെ. അതിനുശേഷം നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഫുൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഈ ബ്രെഡ് പൊടി നന്നായിട്ട് പറ്റിയിരിക്കണം. ഇതുപോലെ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ബ്രെഡ് പൊടി എല്ലാ ഭാഗത്തേക്കും നിൽക്കണം കേട്ടോ. അതാണ് കട്ട്ലറ്റൊക്കെ ഇരിക്കുന്നത്, അങ്ങനെയാണല്ലോ. അപ്പോൾ മുഴുവനും ഞാൻ ഇതുപോലെ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇനി ഒരു ബ്രെഡ് കട്ട്ലറ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിം ഒരിക്കലും ഹൈയിലേക്ക് വെക്കരുത്, കാരണം ഇത് ബ്രെഡ് പൊടിയാണ് ഇതിൻ്റെ മുകളിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലോ ടു മീഡിയം ആണ് നല്ലത്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. വളരെ കുറച്ച് സമയം മാത്രം മതി. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തിരിച്ച് രണ്ട് സൈഡ് നമുക്ക് മൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. രണ്ട് സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
അപ്പോൾ ഇതാ മുഴുവനും ഞാൻ കോരി എടുത്തിട്ടുണ്ട്. വീണ്ടും ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള സോയ ചങ്ക്സ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും കൂടിയാണ്. ഫുൾ വെജിറ്റബിൾസൊക്കെയാണ് ഇതിലുള്ളത്, മുട്ടയും ഒക്കെയാണ് ചേർത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെ ഹെൽത്തിയാണ്. നമ്മൾ എണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നത് ഒഴിച്ചാൽ ബാക്കി ഫുൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.